നിക്ഷേപിക്കുക, അതിനെങ്ങനെയാണ് പണം കൂട്ടുക എന്നുള്ളത്. കാരണം ഭൂമി എന്നുള്ളത് ഒരിക്കൽ പോലും അതിന്റെ വാല്യൂ താഴുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് നോക്കാം, അവർ കോർ അസറ്റ്സ് ബിൽഡിംഗ് എ സ്ട്രോങ് ഫ്യൂച്ചർ എന്നാ പറയുക. ലാൻഡ് ബിൽഡിംഗ് എ നാച്ചുറൽ റിസോഴ്സ് സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സ്. അതായത് ഇവിടെ ഭൂമി നമുക്കൊരു ഭൂമി വാങ്ങി അതിൽ വേണമെങ്കിൽ നമുക്ക് പ്രകൃതി ദത്തമായിട്ടുള്ള പല കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് നമുക്ക് അതിനെ വലിയൊരു വാല്യൂവിലേക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഭൂമി വാങ്ങി ബിൽഡിങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു വാല്യൂ കൂട്ടി നമ്മളുടെ ഈ സംവിധാനത്തെ വിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ്, അതായത് കല്ല്, മണ്ണ്, വെള്ളമൊക്കെ ആ ഭൂമിയിലൂടെ നമുക്ക് കുടിച്ചെടുത്തുകൊണ്ടും വലിയൊരു നേട്ടത്തിലേക്ക് കടക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് വിലപിടിപ്പുള്ള മരങ്ങളെ, ഒട്ടേറെ സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ വിലപിടിപ്പുള്ള മരങ്ങളെ വച്ച് പിടിപ്പിച്ചുകൊണ്ടും നമുക്ക് ഒരു വലിയ സ്ട്രോങ് വരുമാനത്തിലൂടെ ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങളെ റിയൽ എസ്റ്റേറ്റിൽ ഭൂമിയിൽ ഒരുക്കിക്കൊണ്ട് നമുക്ക് ഒട്ടനവധി, അല്ലാതെ വെറുതെ ഒട്ടനവധി ആളുകൾ ഇവിടെ ഭൂമി വാങ്ങിയിടുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ വയനാടിന്റെ മണ്ണിലാണെങ്കിൽ പോലും എറണാകുളത്ത് നിന്ന് തന്നെ ഒട്ടനവധി ആളുകൾ, മലപ്പുറത്ത് നിന്ന് ഒട്ടനവധി ആളുകൾ ഭൂമി വെറുതെ കാട് പിടിച്ച ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരുക്കിയെടുത്ത് അതിനെ ഈ മാർക്കറ്റിലേക്ക് ഹൈ റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് ഒരുക്കി മാറ്റുവാനുള്ള ഒരു സംവിധാനം ഒന്നുമില്ല. കുറച്ച് പണം എവിടെയെങ്കിലും പോയി നമ്മൾ മേക്ക് ചെയ്യുന്നു, ആ പണം കൊണ്ട് കുറച്ച് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഭൂമി അങ്ങനെ തന്നെ ഒരു ഡെഡ് മണി ആയിട്ട് അവിടെ കിടക്കുന്നു. അവിടെ വ്യത്യസ്തതകൾ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് റിയൽ എസ്റ്റേറ്റിലൂടെ വലിയൊരു ഇൻകത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. വളരെ ചുരുങ്ങിയ മൈൻഡ് കൊണ്ട് ചിന്തിച്ചാൽ മതി. ഒരു വ്യത്യസ്തതകൾ എവിടെയുണ്ടോ അവിടെ മാത്രമാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയും, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന മോഹൻലാലിന്റെ സിനിമയിലൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് അതിനെ ഒരു വ്യത്യസ്തതയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് ലോകത്തൊരാൾക്കും കൊണ്ടുവരാൻ കഴിയാത്തൊരു വലിയ വാക്കാണിത്. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ചന്ദനം എന്ന് പറയുമ്പോൾ ഭയമാണ് നമുക്ക്. കാരണം അത് നടാൻ പറ്റുമോ, വളർത്താൻ പറ്റുമോ, വിൽക്കാൻ പറ്റുമോ, ഇതൊക്കെ വലിയ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകേണ്ടതല്ലേ? അത് ലോകം മാറുന്നതനുസരിച്ച് നമ്മൾക്ക് മാറ്റമില്ലാത്തതും നമ്മൾ അറിവിന്റെ പുറകെ പോകാത്തതും കൊണ്ടാണ് നമ്മൾ അത്ര ഭയന്നിരിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമ്മൾ ഇതിന്റെ പ്രൊജക്റ്റുമായി പ്രസന്റേഷന് ചെല്ലുമ്പോൾ തന്നെ ഭയന്നിരിക്കുകയാണ് ആളുകൾ. നിങ്ങൾ എന്താ പറയുക, ഇത് കഴിയോ, ഇതിങ്ങനെ നടപടിയുള്ള കേസുകളാണോ എന്നുള്ളൊരു കാര്യം ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഭീകരാവസ്ഥയിൽ നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിലേക്ക് കടന്നു പോകാൻ കഴിയുക. അപ്പോൾ നമുക്കറിയാം ഹെൽത്ത്, വെൽത്ത്, ലെഗസി എന്നുള്ളത്. അപ്പോ നമുക്ക് ഇവിടെ ആരോഗ്യം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനമാണ്. നമുക്ക് ആരോഗ്യം ആണെങ്കിലോ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒട്ടനവധി കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അവിടെ ഈ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ തന്നെ വെൽത്ത് സൃഷ്ടിക്കപ്പെടണം. വെൽത്ത് സൃഷ്ടിക്കപ്പെടണമെങ്കിലോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇത്തരം പ്രൊജക്റ്റുകളിൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ടോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയണം. അതുപോലെ തന്നെ ആ ഉണ്ടാക്കുന്ന സമ്പത്തിനെ നമുക്ക് തലമുറയായിട്ട് അത് അനുഭവിക്കാൻ കഴിയണം. തലമുറകൾക്കും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലേക്കായിരിക്കണം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കടത്തിക്കൊണ്ടു പോകേണ്ടത്. പല ഇൻവെസ്റ്റ്മെന്റ് സ്കീമും ഉണ്ട് ഇവിടെ. പല സ്കാമുകളും പല കാര്യങ്ങളിലും പെട്ട് ഉഴലുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവിടെയാണ് ഇവിടെ ജസ്പൈഡ് എന്ന ഈ കമ്പനിയുടെ വ്യത്യസ്തമായ ഈ ആശയത്തെ ഹെൽത്ത്, വെൽത്ത്, ലെഗസി കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വലിയ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. ഇതിനെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് അവിടെ വെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയൂ. അതുണ്ടെങ്കിൽ, ഈ വെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തലമുറയ്ക്കായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയൂ. നമ്മുടെ തലമുറ, നമ്മുടെ ജീവിതം മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ രക്ഷിതാക്കൾ, ഇനി നമുക്ക് ശേഷം വരാൻ പോകുന്നവർ, ഇവർക്കെല്ലാം പുണ്യമായിട്ടുള്ള പ്രവർത്തികളായിരിക്കണം നമ്മൾ പ്രകൃതിയിൽ ഒരുക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്താൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയെ കോർത്തിണക്കിക്കൊണ്ട് പ്രകൃതിയിലെ വിഭവങ്ങളെ ദൈവതുല്യമായി സ്നേഹിച്ചുകൊണ്ട് ആണ് നമ്മളുടെ നിർമ്മാണങ്ങളും നമ്മളുടെ കൃഷി രീതിയും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹെൽത്ത്, വെൽത്ത്, ലെഗസിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരു മനുഷ്യൻ, ഇപ്പോൾ ജസ്പൈഡ് എന്ന ഈ കമ്പനിയിലേക്ക് ഒരാൾ വരുമ്പോൾ ഇതിന്റെ പ്രൊജക്റ്റ് പറയുമ്പോൾ തന്നെ ഇത്രമാത്രം പ്രകൃതിയോട് ഇണങ്ങിയ പ്രൊജക്റ്റുകളാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെന്നും ആ പ്രകൃതിക്ക് ഇണങ്ങിയ മാതിരി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഹൈ റിട്ടേൺ ആണ് നിങ്ങൾക്ക് തരുന്നതും എന്നുള്ള നമ്മളുടെ ഒരു രീതി ഉപയോഗിച്ച് നമ്മൾ അവിടെ ഈ പ്രൊജക്റ്റ് പറയുമ്പോൾ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ചന്ദനത്തോപ്പാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊന്നും അല്ലല്ലോ. നമ്മൾ അവരുമായി ഒരു റാപ്പോ ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊജക്റ്റിനെ അതിമനോഹരമായിട്ട് നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ
ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്രമാത്രമൊക്കെ ആധികാരികമായി പറഞ്ഞു, പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് നമ്മുടെ പ്രൊജക്ട്, ഇത്ര ഇന്ന രീതിയിലാണ്, അതുപോലെ ലെഗസിയാണ്, വെൽത്ത് വേണം, ഹെൽത്ത് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഇതിൽ വന്നിരിക്കുന്ന ഞങ്ങളോട് പറയാനുള്ളത്, എന്താണ് ഞങ്ങൾക്കുള്ള സാധ്യത എന്നൊരു ചോദ്യം ഉണ്ടാകും. അല്ലാതെ നമ്മളിങ്ങനെ സ്ക്രീൻ കാണിച്ച് പറഞ്ഞു പോവുകയല്ലോ. അവിടെയാണ് ഈ കമ്പനിയുടെ അതിമഹത്തായിട്ടുള്ള ആശയങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ്, പ്രീമിയം ഫോറസ്റ്റ് കോട്ടേജ്. അതിമനോഹരമായിട്ടുള്ള ഒരു കേവ് കോട്ടേജ് നിങ്ങൾക്ക് ഈ സ്ക്രീനിലൂടെ കാണാം. ഇന്ന് ഇതിന്റെ ഈ കാണുന്ന കോട്ടേജിന്റെ ഒരു ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ 5 സെന്റിലാണ് ഇത് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 5 സെന്റ് ഭൂമിയിൽ അവിടെ 570ഓളം വരുന്ന സ്ക്വയർ ഫീറ്റിൽ ഈ കേവ് ഹൗസ് വളരെ കോൺക്രീറ്റിൽ നിർമ്മിച്ച ഫെറോക്രീറ്റ് സംവിധാനത്തിലൂടെ അകത്ത് മഡ്പാക്കും പുറത്ത് നാച്ചുറൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കേവ് ഹൗസ്. ഒപ്പം അതിനോടൊപ്പം മനുഷ്യനെ ആരോഗ്യപരമായി സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള 16 ചന്ദന മരങ്ങൾ. 5 സെന്റ് ഭൂമിയാണ്, അതിനകത്ത് ഈ കോട്ടേജ് 570 സ്ക്വയർ ഫീറ്റ് ആണ്. ഒപ്പം തന്നെ ഇതിനോടൊപ്പം ആഡ് ചെയ്തുകൊണ്ട് 16 ചന്ദന മരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ഇതിന്റെ വില, ഇപ്പോഴത്തെ ഈ പ്രീമിയം ഫോറസ്റ്റ് കോട്ടേജിന്റെ വില 1.5 കോടി രൂപയാണ്. ഇനിയുള്ളത്, അതായത് 150ഓളം കോട്ടേജുകളാണ് നമ്മളവിടെ നിർമ്മിക്കപ്പെടുക 11 ഏക്കറിൽ. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. കുറച്ച് കോട്ടേജുകൾ മാത്രമാണ് ഇനി ബാലൻസ്. ഇന്നലെ വന്നിട്ടുള്ള നമ്മുടെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ ആ മീറ്റിംഗിൽ വന്ന് പങ്കെടുത്തിട്ടുള്ള ഓരോ ജസ്പേഡിയൻസിനും അത് മനസ്സിലായിട്ടുണ്ടാവും. മാനേജ്മെന്റ് അവിടെ പ്രഖ്യാപിച്ചത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് ഈ കോട്ടേജിൽ നിന്ന് ലഭ്യമാകുക. അപ്പോൾ ഇതിനകത്ത് ഒട്ടനവധി 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 40 കോടിയോളം രൂപ മുടക്കിയിട്ടുള്ള കോമൺ അമനിറ്റീസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, പ്രൈവറ്റ് പൂൾ ഉണ്ട്, വാട്ടർഫാൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷനാണ്, അതുപോലെ തന്നെ കാർ പാർക്കിംഗ്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ ജിംനേഷ്യം ഉണ്ട്, മൾട്ടി ക്യൂഷ്യൻ റെസ്റ്റോറൻറ്റുകൾ, ഓഡിറ്റോറിയം, അതുപോലെ തന്നെ മിനി സൂ, അതുപോലെ DJ ഹാള്, അതുപോലെ തന്നെ റെയിൻ ഡാൻസ്, ക്യാമ്പ് ഫയർ, ബോട്ടിങ്, അതുപോലെ തന്നെ ഫിഷിങ്, യോഗ ആൻഡ് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ അരോമ തെറാപ്പി, വെൽനസ് സ്പാ, അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ്, മൂവി തിയേറ്റർ, വൈഫൈ ഉൾപ്പെടുന്ന നിരവധി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോമൺ അമനിറ്റീസുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രീമിയം കോട്ടേജാണ് ഇപ്പോൾ അവിടെ കണ്ടത്. അപ്പോൾ കോട്ടേജ് ഒക്കെ കണ്ടു. എന്താണ് ഈ കോട്ടേജിലൂടെ ഞങ്ങൾക്കുള്ള ഒരു കാര്യം, ഞങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്? നമുക്കെല്ലാം ആവശ്യം എന്താണ്? പണമാണ്. നമ്മളെല്ലാം പോകുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം ഇത് കേൾക്കുന്നതും ഇതിന്റെ പിന്നാലെ നിൽക്കുന്നതും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ലാൻഡ് ഏരിയ 5 സെന്റ് ആണെന്നും 10 ഏക്കറിലാണ് ഈ പ്രൊജക്റ്റിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതും എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നുള്ള വരുമാനം എന്താണ്? എങ്ങനെയാണ് ഇതിലേക്ക് ഞങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. ഇതിൽ നിന്നുള്ള 3 ടൈപ്പുള്ള വരുമാനമാണ് നമ്മൾ കോട്ടേജിലൂടെ കിട്ടുന്നത്. ഒന്ന് റെന്റലിംഗും ഉണ്ട്, മന്ത്ലി കിട്ടുന്ന വാടക ഇനത്തിലുള്ള വരുമാനം. അതുപോലെ തന്നെ അതിലുള്ള 16 ചന്ദന മരത്തിന്റെ വരുമാനം. അതുപോലെ തന്നെ ലാൻഡ് അപ്രീസിയേഷൻ, പ്രോപ്പർട്ടി വാല്യൂ കൂടി വരുന്ന, ഓരോ മാസത്തെയും കൂടി വരുന്ന പ്രോപ്പർട്ടി വാല്യൂ ഉൾപ്പെടുന്ന 3 തരത്തിലുള്ള വരുമാനമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാകാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിന്റെ നെക്സ്റ്റ് ഈ പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൽ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ എന്താണ് ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത്? അതാണ് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളുടെ എല്ലാ പ്രൊജക്റ്റുകളും. ജസ്പേഡിന്റെ എല്ലാ പ്രൊജക്റ്റുകളും ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ നോക്കുക, 1.5 കോടി രൂപയുടെ ഒരു കോട്ടേജ്. ആദ്യം നമ്മൾ പറഞ്ഞു കോട്ടേജിന്റെ വില 1.5 കോടിയാണ്. 1.5 കോടി രൂപ കൈവശമുള്ളവർക്ക് ഒരെണ്ണം സ്വന്തമായി വാങ്ങിയാൽ അവിടെ ഈ കോട്ടേജിന്റെ ഒരു റെന്റ് എന്ന് പറയുന്നത് പെർ ഡേ 20,000 രൂപയാണ്. 1.5 കോടി രൂപ കൈവശമുള്ളവർ ഒരു കോട്ടേജ് സ്വന്തമാക്കിയാൽ അത് 30 ദിവസം വാടകയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ മന്ത്ലി 6 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് അവിടെ റിട്ടേൺ കിട്ടുക. ഇനി 1.5 കോടി രൂപ മുടക്കി എല്ലാവർക്കും തന്നെ ഇത് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ജസ്റ്റ് രൂപ മുടക്കുന്ന ഒരാൾക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും, അല്ലെങ്കിൽ ഓഡിബിൾ ആണോ ഷലിമ? ഓഡിബിൾ ആണോ ഷലിമ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ 1 ലക്ഷം രൂപ മുടക്കുന്ന ഏതൊരാൾക്കും 1 ലക്ഷം രൂപയിലൂടെ ഇതിന്റെ കോട്ടേജിന്റെ ഓണർ ആയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി വന്നാലും ഒരു വരുമാനം, ഒരു റിട്ടേൺ കിട്ടിക്കൊണ്ട് നമുക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. 1 ലക്ഷം മുടക്കുമ്പോൾ ഇനി അവിടെ
നമുക്ക് 10 ദിവസമാണ് വാടകയ്ക്ക് പോകുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് ഇനി 10 ദിവസം പോകുള്ളൂ എന്ന് കൂട്ടുക. അങ്ങനെയെങ്കിൽ 1333 രൂപയോളം ഒരാൾക്ക് ലഭ്യമാകുന്നു. അത് 2 ലക്ഷം രൂപയാണ് മുടക്കുന്നതെങ്കിൽ അതിന്റെ ഡബിൾ 2666 രൂപ വരുന്നു. അത് 4 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 5333 രൂപ വരുന്നു. അത് 20 ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ 30 ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാൻ കഴിയും. അതിന് വർധനവ് കൂടുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ 1 ലക്ഷമോ 2 ലക്ഷമോ 4 ലക്ഷമോ 5 ലക്ഷമോ മുടക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ, ലൈഫ് ലോങ് ഒരു ഇൻകം, മറ്റാരുടെ മുന്നിലും കൈനീട്ടാതെ വായ്പ വാങ്ങാതെ, നമ്മളെല്ലാം വായ്പക്കാരാണല്ലോ, ഒരു അത്യാവശ്യം വന്നാൽ ഓടിപ്പോകുന്നത് അടുത്തുള്ള വീടാണ് നമ്മുടെ ബാങ്ക്. അത്തരത്തിലേക്ക് മാറാതെ 1 ലക്ഷം രൂപ കൊണ്ടെങ്കിലും ഒരു മാസം ചെറിയ മെഡിസിൻ വാങ്ങേണ്ടവർക്ക് വരെ ചെറിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പരിഹാരത്തിലേക്ക് മാറാൻ കഴിയുമെന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ജസ്പൈഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈ പ്രീമിയം കോട്ടേജിലൂടെ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. അപ്പോ അവിടെ നോക്കുക, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രീമിയം കോട്ടേജിന്റെ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇവിടെ മറ്റൊരു പ്രൊജക്റ്റാണ് ഈ കമ്പനിയുടെ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കൂട്ടുകൃഷി സമ്പ്രദായത്തിലൂടെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനി കൊണ്ടുവന്നിട്ടുള്ള ഒരു സാൻഡൽ പ്ലാന്റേഷൻ സംവിധാനമാണിത്. ഇതിനെ സംബന്ധിച്ച് 2030 കൂടി 1400 ഏക്കർ സ്ഥലത്തെ 5 സെന്റ് പ്ലോട്ടാക്കിക്കൊണ്ട് 28,000 പ്ലോട്ടാക്കി 2 ഏക്കറിലും 4 ഏക്കറിലും 5 ഏക്കറിലും ഒക്കെ 5 സെന്റ് പ്ലോട്ടുകൾ വെച്ച് തിരിച്ചുകൊണ്ട് 5 സെന്റ് ഭൂമി വെച്ച് തിരിച്ച് ഓരോ 5 സെന്റ് ഭൂമിയിലും 20 ചന്ദന മരം വെച്ച് പിടിപ്പിച്ച് IWST ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജിയുടെ പഠനാർത്ഥം 10 to 15 ഇയേഴ്സ് കൊണ്ട് ഹൈ റിട്ടേൺ കിട്ടുന്ന 5 സെന്റിൽ 20 ചന്ദന മരം പിടിപ്പിച്ച് 15 വർഷങ്ങൾ അതിനെ പരിപാലിച്ചുകൊണ്ട് ഈ കമ്പനി ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്ത് പരിപാലിച്ചുകൊണ്ട് നിങ്ങളുടെ 15 വർഷങ്ങൾക്ക് ശേഷം LICയോ മ്യൂച്വൽ ഫണ്ടോ FDO ഇടുന്നതിനേക്കാളും അപ്പുറമുള്ള ഹൈ റിട്ടേൺ കിട്ടുന്നു. ഇതിന്റെ വില 25 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ 5 സെന്റും 20 ചന്ദനമരത്തിന്റെയും വില. ഒരു ഫാമിലിയെ സംബന്ധിച്ച് അവരുടെ ജീവിതം, അവരുടെ മക്കൾ, അവരുടെ പഠനം, ഉപരിപഠനം, അവരുടെ വിവാഹം, നമ്മളുടെ റിട്ടയർമെന്റ് ലൈഫ് ആകുമ്പോഴത്തേക്കും ആരുടെ മുന്നിലും പോയി കുനിഞ്ഞു നിൽക്കാത്ത രീതിയിലുള്ള ഒരു ഹൈ റിട്ടേൺ, അതായത് 25 ലക്ഷം രൂപ ഓൾറെഡി കൈവശമുള്ളവർക്ക് 25 ലക്ഷം രൂപ കൊടുത്ത് ആ ഭൂമി വാങ്ങി ആധാരം ചെയ്ത് നിങ്ങൾക്ക് കൈവശമാക്കിയാൽ പിന്നീട് വരുന്ന 15 വർഷവും ഈ കൃഷിയെ സംരക്ഷിച്ച് ബയറായിട്ടുള്ള ഗവൺമെന്റിന് വിൽക്കുന്ന സമയം വരെ കമ്പനിയുടെ ഫുൾ പ്രൊട്ടക്ഷനിൽ നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാൻ കഴിയും. ഇവിടെ അതിനില്ലെങ്കിൽ ഇവിടെ വിത്തൗട്ട് ഇൻട്രസ്റ്റിലൂടെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് കാഴ്ചവെച്ചിട്ടുള്ള കമ്പനിയാണ് ജസ്പൈഡ്. ഒരു പലിശരഹിത വായ്പയിലൂടെ 125 മാസം 20,000 രൂപ വെച്ചടച്ചുകൊണ്ടും ഈ 5 സെന്റ് ഭൂമിയും 20 ചന്ദനമരവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിലുപരി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഒരാൾക്ക് 5 സെന്റ് ഭൂമി വിത്തൗട്ട് ഇൻട്രസ്റ്റിലൂടെ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള മഹത്തായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് കമ്പനി ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻകം ഒന്ന് നോക്കാം. ഈ 5 സെന്റിൽ 20 ചന്ദനമരം വെച്ച് പിടിപ്പിച്ച് 10 മുതൽ 15 വർഷം അതിനെ സംരക്ഷിച്ച് ബയറായിട്ടുള്ള ഗവൺമെന്റിനെ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അവരെ അറിയിച്ച് അവർ വന്ന് അതിന്റെ മെഷർമെന്റ് എടുത്ത് കൊണ്ടുപോയി തൂക്കി വിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? നമ്മൾ കണ്ടു 5 സെന്റ് ഭൂമിയിൽ 20 ചന്ദനം വരാം. ഇതിൽ നിന്നുള്ള വരുമാനം 2 തരത്തിലുള്ളതാണ്. ഒന്ന് കൾട്ടിവേഷൻ ഇൻകം, അതായത് നമ്മൾ ചെയ്യുന്ന ഈ ചന്ദന കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. മറ്റേത് ലാൻഡ് അപ്രീസിയേഷൻ. നമ്മൾ പ്രീമിയം കോട്ടേജ് പറഞ്ഞതുപോലെ അതിൽ 3 തരത്തിലുള്ള വരുമാനമാണെങ്കിൽ 5 സെന്റ് ഭൂമിയിലെ ഈ പ്ലാന്റേഷൻ എന്നുള്ള ഈ സാൻഡൽവുഡ് ഈ പ്ലാന്റേഷൻ എന്നുള്ളതിൽ നിന്ന് കൾട്ടിവേഷൻ ഇൻകവും ലാൻഡ് അപ്രീസിയേഷനും ഭൂമിയുടെ വർദ്ധിച്ചു വരുന്ന വാല്യൂവും ഒപ്പം തന്നെ കൾട്ടിവേഷൻ ഇൻകം നോക്കുക. ഭൂമി എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളതാണ്. നമുക്കറിയാലോ, ചൈനയായിരുന്നു ജനസംഖ്യയിൽ ഒന്നാമതെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യമാണ് ജനസംഖ്യയിൽ ഒന്നാമത്. ഒരിക്കൽ പോലും ഭൂമി വർദ്ധിക്കുന്നില്ല. ഭൂമി അങ്ങനെ തന്നെ നിൽക്കുന്നു, ജനസംഖ്യ കൂടുന്നു. അപ്പോൾ വരുന്ന കാലങ്ങളിൽ സ്ക്വയർ ഫീറ്റിൽ എറണാകുളത്ത് വരെ സ്ക്വയർ ഫീറ്റിൽ എത്തിയിട്ടുണ്ട് വില. അത്തരത്തിൽ 5 സെന്റ് ഭൂമിയുള്ള ഒരാളുടെ ഒരു വലിയ ഫ്യൂച്ചർ നമ്മൾ ഇവിടെ കാണേണ്ടതാണ്. അപ്പോൾ 5 സെന്റിലുള്ള ആ ഒരു പ്രൊജക്റ്റിലൂടെ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിലൂടെ ലഭ്യമാക്കുന്നത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് 25 ലക്ഷം രൂപയാണ്. 10 to 15 ഇയേഴ്സ്. ഇനി അത് 20 വർഷമാകട്ടെ എങ്കിൽ പോലും നമുക്ക് പേടിക്കേണ്ടതില്ല. കാരണം 1980 വീരപ്പന്റെ കാലഘട്ടത്തിൽ അന്ന് 20 രൂപ കിലോയ്ക്ക് കാതലിന് 20 രൂപ ഉണ്ടായിരുന്ന ചന്ദനം 2023 ആയപ്പോഴത്തേക്കും അത് 20,000 രൂപ 1000 മടങ്ങ് വർദ്ധിച്ച് 20,000 രൂപയിലേക്ക് എത്തി. അത് 2036 ആകുമ്പോഴത്തേക്കും IWST സെൻട്രൽ ഗവൺമെന്റ് അവകാശപ്പെടുന്നത് 1 കിലോ കാതലിന് 1 ലക്ഷം രൂപ എത്തുമെന്ന് പറയുക. അങ്ങനെയെങ്കിൽ 15 വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് 20 മരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മരത്തിൽ നിന്നും ഇന്ന് 8 ലക്ഷം രൂപ വെച്ച് നമുക്ക് ലഭിക്കുമ്പോൾ ഏകദേശം 1.25 കോടി രൂപയോളം നമുക്ക് ഇന്ന് ലഭ്യമാകുമായിരുന്നു. എങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്യൂച്ചറിനെ കണ്ട്
നിസ്സാരമാണ്. കാരണം നമ്മളൊരു LIC കൂടി എത്രയാ 15 വർഷം മന്ത്ലി കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അടച്ചും, അല്ലെങ്കിൽ ജോലിക്കാരാണെങ്കിൽ അവരിൽ നിന്ന് കട്ട് ചെയ്തും ഒക്കെയാണ് എടുക്കുക. അവിടെയാണ് നമ്മൾ 25 ലക്ഷം രൂപയുള്ളവർക്ക് സ്വന്തമായി ഇപ്പോൾ തന്നെ വാങ്ങുകയോ 20,000 രൂപ വെച്ച് 125 മാസം അടച്ചുകൊണ്ട് സ്വന്തമാക്കുമ്പോഴും 125 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഭൂമി ആധാരം ചെയ്ത് ലഭിക്കുകയും ഒപ്പം 3.5 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള മഹത്തായിട്ടുള്ള ഒരു പ്ലാന്റേഷൻ പ്രൊജക്റ്റാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ റൺ ചെയ്യുന്നതിൽ മൂന്നാമത്തെ പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് എന്ന് പറയുക കമ്പനിയുടെ മൂന്നാമത്തെ പ്രൊജക്റ്റ്. നമ്മുടെ വയനാട് കബനിഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് 12 ഏക്കറിലാണ് അതിമനോഹരമായിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഒരു സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് സംവിധാനത്തെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, മറ്റാർക്കും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനത്തെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, അതുപോലെ തന്നെ സാൻഡൽവുഡ് റിസർച്ച് സെന്റർ, ഫാം ടൂറിസം, അതുപോലെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഫാം ടൂറിസം, സാൻഡൽവുഡ് റിസർച്ച് സെന്റർ ഒക്കെ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ നഴ്സറി ഉൾപ്പെടുന്ന ഒട്ടനവധി കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് 200ഓളം വരുന്ന സോഴ്സ് ഓഫ് ഇൻകത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കമ്പനി ഒരു വലിയ ഫാം സംവിധാനത്തെ കേരളത്തിൽ കൊണ്ടുവരികയാണ്. വളരെ ഇന്നോവേറ്റീവ് ആണ്. നമ്മൾക്ക് ഒരിക്കൽ പോലും നമ്മൾ വിസിറ്റ് ചെയ്താൽ അത്ഭുതപ്പെടുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോക്കിൽ പോലും ചെറുതായിട്ടാണെങ്കിൽ ഡിസംബർ 20-ാം തീയതിയാണ് ലോഞ്ച് ചെയ്തത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഫാം ടൂറിസത്തിൽ ചെറിയ ചെറിയ വരുമാനങ്ങൾ തുടങ്ങുന്ന രീതിയിലേക്കുള്ള ഉൽപ്പന്നങ്ങളെ നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം അതിമനോഹരമായിട്ടുള്ള വിദേശ ടൂറിസത്തെ പ്രോത്സാഹിക്കുന്ന ഫാം ടൂറിസം. അതായത് ഈ നമ്മളുടെ ഈ ഫാമിലൂടെ ചുറ്റി സഞ്ചരിച്ച് അവിടെയുള്ള മൃഗങ്ങളെയും ഫ്രെയിം കോട്ടേജിലും ഒക്കെ തങ്ങി നമ്മളുടെ ചന്ദനത്തോപ്പിലൂടെ ആരോഗ്യത്തെ, ഓക്സിജന്റെ അളവ് കൂട്ടി ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് വിദേശികളായിട്ടുള്ളവരും സ്വദേശികളായിട്ടുള്ളവരും അതിമനോഹരമായ ഫാം ടൂറിസത്തിലൂടെയുള്ള വിസിറ്റിംഗ്. ഇതിന്റെ ലാൻഡ് ഏരിയ 12 ഏക്കറാണ്. ഈ ഫാം ടൂറിസത്തെ സംബന്ധിച്ച് അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 12 ഏക്കറിലാണ്. അതിൽ ഇന്റഗ്രേറ്റഡ് ഫാം വരുന്നത് 7 ഏക്കറിലാണ്. അതുപോലെ തന്നെ സാൻഡൽവുഡ് റിസർച്ച് സെന്റർ വരുന്നത് 1 ഏക്കറിലാണ്. അതുപോലെ തന്നെ ഫ്രെയിം കോട്ടേജ് 60 എണ്ണം വരുന്നുണ്ട്. അത് 3 ഏക്കറിലാണ് നമ്മൾ അതിനകത്ത് എടുക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ അതിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാനേജ്മെന്റ്, നമ്മുടെ ചെയർമാൻ ലോകത്തിന്റെ നെറുകയിൽ എവിടെയൊക്കെ എന്തെല്ലാം ഇന്നോവേറ്റീവുകളുണ്ടോ അതെല്ലാം കേരളം എന്ന ഈ ഗോഡ്സ് ഓഫ് കൺട്രിയിൽ കൊണ്ടുവന്നിട്ട് ആ ഗോഡ്സ് ഓഫ് കൺട്രിയിൽ അത് സൃഷ്ടിച്ച് ഇവിടുത്തെ സ്വദേശികൾക്കും വിദേശികൾക്കുമായിട്ട് ഒട്ടനവധി കാര്യങ്ങളെയാണ് ഈ ഫാം ടൂറിസത്തിലൂടെ പ്രകൃതിക്ക് ചേരുന്ന രീതിയിൽ, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ നമ്മളുടെ ഫാം ടൂറിസം അവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം സോഴ്സ് ഓഫ് ഇൻകംസ്. ഇതിലൂടെ നമുക്ക് ഈ ഫാം ടൂറിസത്തിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ 1 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ, ഇവിടെ 100 കോടി രൂപയുടെ ഒരു വലിയ പ്രൊജക്റ്റാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാം ടൂറിസം. അത് 1 ലക്ഷം രൂപയുടെ 10,000 ഷെയർ ആയിട്ടാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് കമ്പനി തന്നിട്ടുള്ളത്. 1 ലക്ഷം രൂപയുടെ ഗുണിതങ്ങളായി എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിലൂടെയുള്ള പല സോഴ്സിലൂടെ നിങ്ങൾക്ക് ഇൻകം ലഭ്യമാകും എന്നുള്ളതാണ്. ഇൻകം ഫ്രം ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെ നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നു. ഫാം ടൂറിസത്തിലൂടെ നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നു. സാൻഡൽവുഡ് ഹാർവസ്റ്റിലൂടെ, അതായത് അവിടെയുമുണ്ട് 2,500 മേളിലേക്ക് വരുന്ന ചന്ദന മരങ്ങളുണ്ട്. 10 to 15 ഇയേഴ്സിനുള്ളിൽ അതിൽ നിന്ന് വരുന്ന ഒരു റിട്ടേൺ. അതുപോലെ തന്നെ അവിടെ നമ്മൾ ചെയ്യുന്ന നഴ്സറിയുടെ റിട്ടേൺ വരുന്നു. അതുപോലെ തന്നെ സാൻഡൽവുഡ് റിസർച്ച് സെന്ററിൽ നിന്നുള്ള ഒരു റിട്ടേൺ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. കൂടാതെ നമ്മൾ ഇതിനൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ഒന്നുമില്ല എന്ന് തന്നെ കൂട്ടുക. ഇതെല്ലാം പോയി എന്ന് വിചാരിച്ചാൽ പോലും 12 ഏക്കറിന്റെ ഒരു പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ നിങ്ങൾ മനസ്സിൽ കാണേണ്ടതാണ്. ഈ 12 ഏക്കർ നമ്മളൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുകയാണ്. നമ്മൾ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന സീനിയർ ജൂനിയർ ഒന്നൊന്നുമില്ല, നമ്മളെല്ലാം തുല്യമായിട്ടുള്ള രജിസ്ട്രേഷനിലൂടെ നമ്മളുടെ അധികാരത്തിൽപ്പെടുന്നതാണ് ഈ ഫാം ടൂറിസം എന്നുള്ളത്. അതിന് 100 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. 1 ലക്ഷം രൂപയുടെ 10,000 ഷെയർസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ആ വരുന്ന ലാൻഡ് അപ്രീസിയേഷൻ, ആ ഭൂമിയുടെ വാല്യൂ എന്നുള്ളത്, അതിന്റെ ഒരു ഹൈ റിട്ടേൺ കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള മാനേജ്മെന്റ് ഏതായാലും അവകാശപ്പെടുന്ന 200ഓളം വരുന്ന സോഴ്സ് ഓഫ് ഇൻകം ഇതിലുണ്ട് എന്നുള്ളതാണ്. നമുക്കത് വരും സമയങ്ങളിലൊക്കെ കണ്ടുമുട്ടാൻ കഴിയും. അങ്ങനെ നമ്മളിപ്പോൾ കണ്ട ഈ ഘട്ടങ്ങളിലൂടെ, പല ഘട്ടങ്ങളിലൂടെ 3 ലക്ഷം, 2,10,000, 5 ലക്ഷം, 15,000, 15,000, 3 ലക്ഷം, ഇതിനെ ഈ ഘട്ടത്തിലൂടെ വരുമാനത്തിലൂടെ നോക്കുമ്പോൾ ടോട്ടൽ ഒരു 10 to 15 ഇയേഴ്സിനുള്ളിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പെർ മന്ത് 7,000 രൂപയോളം വെച്ച് ഏൺ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്
നമ്മളുടെ ഇതൊക്കെ മേലെ പോകുമെന്നുള്ളതാണ്. കാരണം ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ജസ്പൈഡ് എന്ന കമ്പനി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ മാറുന്നുവോ, ഏതൊക്കെ മാറ്റങ്ങളിലാണോ വരുന്നത്, ആ മാറ്റങ്ങളിലേക്ക് മാറിക്കൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ എന്തൊരു പ്രശ്നത്തെയാണോ പരിഹരിക്കേണ്ടത്, ആ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ജസ്പൈഡ്. അങ്ങനെയെങ്കിൽ ഈ 3 പ്രൊജക്റ്റുകളാണ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്, ഈ കമ്പനി ജസ്പൈഡുമായി ബന്ധപ്പെട്ടിട്ട് അപ്കമിംഗ് പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് കടന്നു പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയും, ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് മലമ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബയോമെഡിക്കൽ വേസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു ടെൻഷൻ ഭരണാധികാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോസസ്സിംഗ് ടെക്നോളജി നമ്മൾക്ക് ഒരു പേറ്റന്റ് കിട്ടിക്കൊണ്ട് നമ്മളതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുകയാണ്. വലിയൊരു സേവനം, കോടാനുകോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടുള്ള ഹൈ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ 1 കിലോ ബയോ വേസ്റ്റ് 15 മിനിറ്റ് കൊണ്ട് മണ്ണാക്കി മാറ്റുന്ന വലിയൊരു പ്രോസസ് സംവിധാനത്തെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇനി വരാൻ പോകുന്ന ഇനി ഒട്ടേറെ ദിവസങ്ങൾ ഉണ്ടാവില്ല, ഉടനെ തന്നെ ഇതിന്റെ ലോഞ്ചിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്കൊക്കെ കണ്ണു നട്ടിരിക്കുന്ന, അതായത് ഇൻവെസ്റ്റ്മെന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തെയും അകത്ത് പുറത്തുമുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതൊക്കെ എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്ന് നോക്കിയിരിക്കുകയാണ്. നമ്മൾ പോലും പ്രൊജക്റ്റ് പറയുമ്പോൾ, അപ്കമിംഗ് പ്രൊജക്റ്റ് പറയുന്ന സമയത്ത് എന്നാണ് ബയോ വേസ്റ്റ് മാനേജ്മെന്റ് വരിക, അതിലേക്ക് ഞങ്ങൾക്കൊരു നോട്ടമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ ഒരു പ്രൊജക്റ്റാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള എല്ലാം, ഒരു സ്കൂളുകൾ, സാധാ സ്കൂളുകൾ അവിടെ വിടുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, അറിവ് മാത്രം സമ്പാദിക്കുന്നു. ഇവിടെയാണ് ജസ്പൈഡ് എന്ന ഈ മഹത്തായ ആശയം, നമ്മൾ പറഞ്ഞല്ലോ ആദ്യം, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ മാത്രമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയുള്ളൂ. അവിടെയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ബിസിനസ് സ്കൂളിന് ലേൺ, ലീഡ്, എക്സൽ എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഹൊറിസോൺ ഫ്യൂച്ചർ ഇൻസ്പയർഡ് ഈ കമ്പനി ഈ സമൂഹത്തിന് വെക്കുന്നത്. കാക്കനാട് 10.5 ഏക്കർ സ്ഥലത്ത് വരുന്നത് ഇന്റർനാഷണൽ കരിക്കുലം എന്ന് പറഞ്ഞുകൊണ്ടും വേൾഡ് ക്ലാസ് സ്പോർട്സ് ആൻഡ് ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ടും ബിസിനസ് ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടും ഗ്ലോബൽ എക്സ്പ്ലോർ ആൻഡ് പാർട്ട്ണർഷിപ്പിലൂടെയും ചേഞ്ചിങ് ചാമ്പ്യൻസ് ആൻഡ് ഫ്യൂച്ചർ ലീഡ്സിലൂടെയും ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമോ അത് പഠനത്തിലൂടെയും, ഒപ്പം തന്നെ ഈ ലോകത്ത് ബിസിനസ്സിലൂടെയും, എന്താണ് ബിസിനസ് എന്നും സ്പോർട്സിലൂടെയും ഒക്കെ മാറ്റിയെടുക്കാൻ തലത്തിലേക്കുള്ള ഒരു ഇന്റർനാഷണൽ സ്കൂളിനെയാണ് ഈ കമ്പനി നിങ്ങളുടെ മുന്നിലേക്ക് തരാൻ പോകുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ അതിമനോഹരമായിട്ടുള്ള ഒരു ഫ്രാഗ്രന്റ് ഹെവൻ, ഒരു സ്വർഗമാണെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. നെടുമ്പാശ്ശേരിക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന 5000 കോടി രൂപ മേലെ മുതൽ മുടക്കുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് ഫ്രാഗ്രന്റ് ഹെവൻ എന്ന് പറയുന്ന ടൗൺഷിപ്പ്, അതുപോലെ തന്നെ പ്രീമിയം സീനിയർ സിറ്റിസൺ ലിവിങ്, അതുപോലെ തന്നെ വില്ലാസ് പ്രൊജക്റ്റുകൾ, അപ്പാർട്ട്മെന്റ്സുകൾ, റിസോർട്ട്സുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വില്ലാസ് പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇതിലൂടെ അടുത്ത ദിനങ്ങളിൽ തന്നെ ഇതിന്റെ ലോഞ്ചിങ് ഉണ്ടാകും എന്നുള്ളതാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നിങ്ങൾ കാണും, സമോറിയ പ്രീമിയം അപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന നമ്മളുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു വലിയ പ്രീമിയം അപ്പാർട്ട്മെന്റ്സ് ആണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണ് കോഴിക്കോട് ഈ കമ്പനി നിലവിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന 3 പ്രൊജക്റ്റുകൾ നിങ്ങൾ പരിചയപ്പെട്ടു. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പുതിയ 3, 4, 5, 6, 7 ഇനി വരാൻ പോവാണ്. ഒട്ടനവധി പ്രൊജക്റ്റുകൾ കമ്പനി ഇങ്ങനെ നിന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഈ ഇത്രയും കേട്ട ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ പണമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്ററായി റിട്ടേൺ മേടിക്കാം, പണമില്ലാത്തവർക്ക് റിയൽ എസ്റ്റേറ്റ് ഈ സംവിധാനങ്ങളെ പഠിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കറായിട്ടും ഈ കമ്പനിയോടൊപ്പം നിങ്ങൾക്ക് അണിചേരാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു കുറഞ്ഞ നാളുകൾ കൊണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റുകളെല്ലാം പരിചയപ്പെടുന്നു, കടന്നു പോകുന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കറൊക്കെ ആയിക്കൊണ്ട് കുറഞ്ഞ ദിനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ പോലും സ്വപ്നം കാണാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഒരു 2 കോടി രൂപ നേടാൻ കഴിയുന്ന ഒരു മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് യാത്ര ചെയ്യാം. ഇവിടെയാണ്